അത് ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കട്ടെ. അല്ലല്ല, അതെന്താ ഭീഷണിപ്പെടുത്തുന്നു? താങ്കളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ പറഞ്ഞട്ടെ, അവരവിടെ 15/12/2023 ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോടുള്ള രോക്ഷവും വിദ്വേഷവും വ്യക്തമായിട്ട് പ്രകടമായിട്ടുള്ള ഇലക്ഷനായിരുന്നു ഇപ്പൊ കഴിഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് VD സതീശൻ ഇന്ന് ഈ ദിവസം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയായിട്ട് വലിയ ചായവില്ലാത്ത അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളുമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ലെങ്കിൽ പോലും ഈ വ്യക്തി മുഖ്യമന്ത്രി ആവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, ഈ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളും അത്ര കോൺഫിഡൻസോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ വരെ മനസ്സുകൊണ്ട് വിചാരിച്ച് കാണും ഈ പിണറായി വിജയൻ ഒന്ന് താഴെ ഇറങ്ങണം. കാരണം പിണറായി വിജയൻ ആധിപത്യം മാത്രമല്ല, ഈ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരുന്ന ക്രിമിനലിസം, നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരുന്ന അവരുടെ ഒരു ആധിപത്യം, ഒരു ഏകാധിപത്യം, ഈ ഒരു സാധനം താഴെ ഇറങ്ങണമെന്ന് കൂടെ നിന്ന് ആൾക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ ഞാനും വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരു സമയത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആകരുത് എന്ന് വ്യക്തമായിട്ട് പിണറായി വിജയൻ കാണിച്ചു തന്നപ്പം അതിന്റെ നേർ ഓപ്പോസിറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്കുള്ളിലേക്ക്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവിന്, അതും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് എത്താൻ കഴിയുമെന്നുള്ള യാതൊരു ഡൗട്ടുമില്ല. വന്നിരിക്കുന്ന ഈ നിമിഷം തന്നെ ഒരു വാർത്താ സമ്മേളനത്തിനകത്ത് വ്യക്തമായിട്ട് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതുവരെ ഒരു മുഖ്യമന്ത്രി, ഒരു രാഷ്ട്രീയക്കാര് ഇതുപോലുള്ള പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു സാധനം റിയാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇതെനിക്ക് ചെയ്യണം, ഇത് നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല, ബസ്സിന് ചുറ്റും ഓടുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി, ഉള്ള ക്യാബിനറ്റ് മന്ത്രിമാരെ എല്ലാം ഒരു ബസ്സിനകത്ത് കയറ്റിയിരുത്തി കൊണ്ടുപോയൊരു പരിപാടി. അതിനകത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത് ഈ നാട്ടിലെ ഒരു മനുഷ്യരും മറന്നു കാണത്തില്ല. ആ രാഷ്ട്രീയ രക്ഷാപ്രവർത്തനത്തിന്റെ ഇടയിലൂടെ അതിനകത്ത് ആപത്തുണ്ടായിട്ടുള്ള ആൾക്കാർ, അതായത് കരിങ്കൊടി കാണിച്ചിട്ടുള്ളവരെ ഏത് രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ കൂടെ നടന്നിട്ടുള്ള ആൾക്കാർ മർദ്ദിച്ചിട്ടുള്ളതും പോലീസ് മർദ്ദിച്ചിട്ടുള്ളതും നമ്മൾ വ്യക്തമായിട്ട് കണ്ടതാണ്. എന്നിരുന്നാൽ ആ മർദ്ദിച്ചതിന് യാതൊരുവിധ തെളിവുമില്ല എന്നും പറഞ്ഞ ആ കേസ് ക്ലോസ് ചെയ്ത് നിങ്ങൾ കേട്ടതായിരിക്കും. അതുപോലെ തന്നെ മതവിദ്വേഷം വരുത്തുന്ന പ്രസ്താവന നടത്തിയ, അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തിയ സജി ചെറിയാൻ, വ്യക്തമായ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെതിരെ അന്വേഷണം വന്നിട്ട് വ്യക്തമായ തെളിവില്ല എന്ന് പറഞ്ഞ് വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കയറിയ ഒരു രാഷ്ട്രീയ കക്ഷി. എന്നെ കൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അല്ലാതെ അവരോട് പേഴ്സണൽ വിരോധമൊന്നും ഉള്ളതുകൊണ്ടൊന്നുമല്ല. എൻ്റെ ഫ്രണ്ട്സിൽ ഭൂരിഭാഗം ആൾക്കാർ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ. പക്ഷേ ഈ കാണിക്കുന്ന അന്തയില്ലായ്മയ്ക്കൊന്നും നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഒന്നെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിലിരിക്കുന്ന ഇദ്ദേഹം മാറിയിട്ട് പാർട്ടി സെക്രട്ടറി മാറണം. ഏതെങ്കിലും തലയ്ക്ക് മൂളയുള്ള, വിവരമുള്ള, ജനങ്ങളുടെ കാര്യങ്ങളുടെ കേൾക്കാൻ മൂളയുള്ള, അല്ലാതെ SFI എന്ന് പ്രവർത്തിച്ച് നേരെ വന്നിട്ടുള്ള ഒരു കൊമ്പും വാലുമുള്ള ഒരു വാണങ്ങൾ കൊണ്ട് മുന്നോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അക്രമവും ആ പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈവിട്ടുപോയി, നിങ്ങളുടെ കയ്യെത്താ ദൂരത്തേക്ക് എത്തി. ഇപ്പം വിദ്യാഭ്യാസത്തിന്റെ കാലമോ വിവരത്തിന്റെ കാലമോ, കൊച്ചു പിള്ളേർ വരെ കാര്യങ്ങൾ ചിന്തിച്ചും എടുത്തും സംസാരിക്കാനും ചിന്തിച്ച് നോക്കുന്ന ഒരു കാര്യം. അപ്പം നിങ്ങൾ മറ്റേ വാളും പരിചയം കാലമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടറാ പുല്ലേന്ന് പറഞ്ഞാൽ അവർ തട്ടി മാറ്റും. അങ്ങനെ മാറിയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കയ്യിൽ കേരളം ഭദ്രമായിട്ട് തന്നെ ഇനി അങ്ങോട്ട് പോവുകയും ചെയ്യും, വ്യക്തമായിട്ടുള്ളൊരു ഭരണം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ കൊടുത്തിട്ടുള്ള ആ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഏതൊക്കെയാണ് അവർ പാലിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യവും, എനിക്ക് ഈ മുഖ്യമന്ത്രിയുടെ ആയിട്ടുള്ളൊരു ബന്ധപ്പെട്ടൊരു കാര്യം, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. 15/12/2023 ഈ നവകേരള സദസ്സിന്റെ പരിപാടിയുടെ ഭാഗമായി അന്നത്തെ മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലയിൽ എത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധം നടത്തിയ 2 പേർക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ ആളുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം കേരളത്തെ നടുക്കിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് കാണാത്തതും കേൾക്കാത്തതുമായിട്ട് കേരളത്തിൽ ഒരു മനുഷ്യരും കാണത്തില്ല. അത് കണ്ടതിന് ശേഷം അവന്മാരുടെ അക്രമം കണ്ടിട്ട് ആ കറുപ്പുടുപ്പ് ഇട്ടവന്മാർക്ക് 2 എണ്ണം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് വിചാരിച്ചിട്ടുള്ളവന്മാർ തന്നെ ഈ നാട്ടിലുള്ളത്. അങ്ങനെ ചെയ്യാത്തതായിട്ട് ആരും കാണത്തില്ല. മറക്കാൻ പറ്റുന്നില്ല. അതിൽ അല്ലേ നമ്മളതിൻ്റെ രാഷ്ട്രീയ പ്രതികാരത്തിനൊന്നും അല്ല പോകുന്നത്. ബഹുമാനപ്പെട്ട ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി നവംബർ 8, 2024 ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് ഉത്തരവ്? അതൊരു അന്വേഷണം നടത്തണം, പുനരന്വേഷണം നടത്തണം. കാരണം ഇവർ പറഞ്ഞത് ഒരു തെളിവും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, വീഡിയോ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വ്യക്തമായ രാഷ്ട്രീയത്തിൻ്റെയും ഒരു ദുരുപയോഗമാണ് നമുക്ക് ആ ഒരു കാര്യത്തിലൂടെ മനസ്സിലായ ഒരു കാര്യം. ഈ നാട് മൊത്തമുള്ള ജനങ്ങൾ എല്ലാ ചാനൽ വഴിയും കണ്ടൊരു കാര്യം
കേസില്ല എന്ന് പറയുന്ന ക്ലോസ് ചെയ്തൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. അങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരുത്തൻ ഒരു ഒരുത്തനുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, അതിനകത്ത് ന്യായം പാവപ്പെട്ടവന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ആ ന്യായത്തിന് വേണ്ടിയിട്ടുള്ള വിധി എങ്ങനെ അവന് കിട്ടും? അതാണ്, ആ സാധനമാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ഒരു വീഡിയോ ഹാജരാക്കിയപ്പോൾ കോടതിക്ക് അത് ബോധ്യമായി. കാരണം മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, ബോധ്യമായി. അപ്പോൾ കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. ഇപ്പൊ എനിക്ക് ഈ അവസരത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മറ്റേ ലൂസിഫർ സിനിമയിലായിരുന്നു ഏതിനകത്ത മോഹൻലാൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, നിന്നൊക്കെ രക്ഷിക്കാൻ ആരുണ്ടടാ, ആ അവസ്ഥയിലേക്ക് വന്നു നിന്നടാ. ആ വടിയെടുത്ത് തന്തയില്ലാത്തവന്മാരെ നീയൊക്കെ ഏത് രാഷ്ട്രീയ കക്ഷിയോ ആയിക്കോട്ടെ, നീയൊക്കെ അടിക്കുന്നടി കണ്ടതാ. ചെടിച്ചിട്ടടിക്കുന്ന കുറേമാരുണ്ട്, അവന്മാരെ പോലും വെറുതെ വിടരുത്. അത് ഒരു രാഷ്ട്രീയ വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമല്ല. ആ കാണിച്ച തന്തയില്ലായ്മ ജനങ്ങൾ കണ്ടിട്ട് പോലും അതിനെതിരെ ഒരു നടപടി എടുക്കാനായിട്ട് ആ കറുത്ത കാറി പോയവനെ കൊണ്ട് നടന്നിട്ടില്ല. അതിന് വലിയൊരു സത്യം പറഞ്ഞ വിഷമമുണ്ട് ആ ഒരു കാര്യത്തിൽ. അത് ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ല, ആരോ ആയിക്കോട്ടെ, കാണിച്ചത് വെറും തന്തയില്ലായ്മപ്പെട്ട ഒരു പരിപാടി തന്നെ. എന്നാൽ ഇന്നത്തെ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിണറായി വിജയൻ നേരെ തിരിച്ച് അദ്ദേഹത്തിന്റെ വസതി എവിടെയാണെന്ന് അറിയാമല്ലോ, കണ്ണൂർ ചെങ്കോട്ട. ആ കോട്ടയ്ക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. എയർപോർട്ടിൽ നിന്നും ഇറങ്ങി കോട്ടയ്ക്കുള്ളിലെ കോട്ട അണികളുടെ ഇടയിലേക്ക് എത്തുമ്പോഴത്തേക്കിന് കോട്ട കാവൽക്കാരന് കിട്ടുന്നൊരു സ്വീകരണം എന്തിൻ്റെ അടിസ്ഥാനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് കണ്ടിട്ട് നാണം കെട്ട് നാറി വരുന്നവനെ നീ നാറിയിട്ടില്ലടാ, നാണം കെട്ടിട്ടില്ലടാ എന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്ന ഒരു പ്രകടനം. അതായത് പണ്ട് എൻ്റെ കുഞ്ഞിലെ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ തുണിയില്ലാതെ നടക്കുന്ന രാജാവിനെ അവിടുത്തെ മന്ത്രിമാർക്ക് പറയാൻ പറ്റുന്നില്ലോ, രാജാവേ നിങ്ങൾ തുണിയില്ലാതാണ് നടക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ തല വെട്ടിക്കളയത്തില്ലേ? അപ്പൊ എന്താ വേണം? രാജാവിട്ടിരിക്കുന്ന തുണി അടിപൊളിയാണ് എന്ന് പറയുക, രാജാവിനെ വിശ്വസിപ്പിക്കുക രാജാവ് തുണി ഇട്ടിട്ടുണ്ടെന്ന്, പ്രജകൾ രാജാവിന്റെ തുണി കാണുന്നുണ്ടെന്നുള്ള കാര്യം. ആ ഒരു രംഗമാണ് എനിക്കത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്. വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സ്വീകരണം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പിണറായിയെ സ്വീകരിക്കാൻ എത്തി. ആവേശത്തിനൊന്നും യാതൊരു ഇതോ കുറവുമില്ല. ഈ ഒരു ഈങ്കുലാ സിന്താബ തന്നെയാണ് ചുരുക്കം ചില ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതും ഒട്ടനവധി ആൾക്കാരുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടുള്ള ഒരു കാര്യം. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ കൊണ്ട് ഇത് എങ്ങനെ പറ്റുന്നു? നിങ്ങളുടെ ഈ രാഷ്ട്രീയ കക്ഷിക്ക് ഇത്രയും വലിയൊരു പരാജയം ഈ കേരളത്തിൽ ഉണ്ടാവാൻ ഇടയുണ്ടായ സാഹചര്യം ആരാണെന്ന് ഒരാളെങ്കിലും മാറ്റി പറയോ? അത് മറ്റെന്തെങ്കിലും കാരണമാണെന്നുള്ളത് ഒരിക്കലുമില്ല. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭരണവും അദ്ദേഹം ജനങ്ങളോട് കാണിക്കുന്ന പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു നയവും ആരോട് സംസാരിക്കാത്ത രീതിയും, അതായത് ഏകാധിപതി, ഈ ഒരു പ്രവണതയാണ് നിങ്ങൾ ഇത്രയും വലിയൊരു തോൽവിയിലേക്ക് എത്തിച്ചത്. എന്നിട്ട് അദ്ദേഹത്തെ തന്നെ വീണ്ടും ഓപ്പോസിഷൻ പാർട്ടിയുടെ നേതാവായിട്ട് കൊണ്ടുവരികയും അദ്ദേഹത്തിന് ഇതുപോലൊരു സ്വീകരണം കൊടുക്കണം. 2 തവണ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നില്ലേ? വിധി ഉണ്ടായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ, അത് കഴിഞ്ഞില്ലേ? പിടിച്ച് വീട്ടിൽ പോയി ഇരുന്നുകൂടെ? ഇനി വരുന്ന യുവതലമുറയ്ക്ക് അതിൻ്റെ ഒരു വഴിമാറി കൊടുത്തുകൂടെ? യുവതലമുറയിൽ ഏതെങ്കിലും നല്ല 1-2 ഉണ്ടെങ്കിൽ അവന്മാര് ഭരിക്കത്തില്ലേ? അവരിതിനെ നയിക്കത്തില്ലേ? അവര് നയിച്ച് നല്ലതായിട്ട് കാണിച്ചു തരത്തില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ അവസാനം ബംഗാളി ഉണ്ടായതുപോലെ ഇവിടെയും ഉണ്ടാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കൊണ്ട് എത്തിക്കത്തില്ലേ? ഒരു പാർട്ടിയുടെ അവസാനത്തെ പ്രധാനമന്ത്രി അല്ല മുഖ്യമന്ത്രിയായിട്ടായിരിക്കും ചിലപ്പം ഈ പറയുന്ന പിണറായി വിജയൻ വന്ന് അവസാനിക്കാനായിട്ട് പോകുന്നത്. ഇനിയും ഈ ഒരു പ്രായത്തിന് വീണ്ടും അധികാരത്തിനോടൊരു മോഹം ഉണ്ടല്ലോ, അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല. ആ കസാരയോടുള്ള പ്രണയം. അധികാരമില്ലാതെ ഇരിക്കാൻ കഴിയത്തില്ല, അധികാരമാണ് എൻ്റെ എല്ലാം, എൻ്റെ മനോവീര്യം അധികാരമാണ്, എൻ്റെ രാഷ്ട്രീയ ഭാവി. ഇനി എന്തു ഭാവി? തേങ്ങാക്കൊല ഭാവി. ഇറങ്ങി പോണാഹേ, പോയിട്ട് വേറെ നല്ല പിള്ളേരെ വല്ലതും പിടിച്ച് അതിനകത്ത് ഇരുത്തിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ കയറി മേലോട്ട് പോകും. കാരണം ഒപ്പോസിഷൻ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പോസിഷൻ ചെയ്താൽ മാത്രമേ ഭരിക്കുന്നവർക്ക് ആ ഒരു ചൂടോടുകൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഈ ഒപ്പോസിഷനും നമുക്ക് വേണം, ഭരണവും നമുക്ക് വേണം. ഇതെല്ലാം ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനും അവർക്ക്
നീതി കിട്ടാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് വ്യക്തമായിട്ട് ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. ഇനി നമ്മൾ ഈ വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഈ ആശാ വർക്കർമാർ നടത്തിയുള്ള സമരത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അവർക്കിപ്പം 3000 രൂപയാണ് പുതിയതായിട്ട് വന്ന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യം. കഴിഞ്ഞ 10 വർഷം മുമ്പ് പിണറായി വിജയൻ സർക്കാർ വരുമ്പോഴത്തേക്കിന് ഇവർക്ക് എത്ര രൂപയായിരുന്നു ഉണ്ടായിരുന്നത്? 1000 രൂപയായിരുന്നു. 1000 രൂപയിൽ നിന്നും ഇന്ന് ഈ നിമിഷം 9000-ത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ 9000-ത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇവർ 21,000 വേണമെന്നും പറഞ്ഞായിരുന്നു ഈ സമരം നടത്തിയത്. ഓക്കെ, ഇപ്പം ഈ ഗവൺമെന്റ് വന്നപ്പോഴത്തേന് 3000 രൂപ പ്രഖ്യാപിച്ചു. വ്യക്തമായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് 8000 രൂപയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ കൊടുത്തിരിക്കുന്നത്. അതായത് 8000 രൂപ 10 വർഷത്തിനിടെ 8000 രൂപ. ഇപ്പൊ വന്ന പാർട്ടി വന്ന ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ തന്നെ 3000 രൂപ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഇൻക്രിമെന്റ് ഉണ്ടാവും എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് 21 രൂപ എടുത്ത് കൊടുക്കാനായിട്ടേ സാധാരണപ്പെട്ട ഒരു പൗരനും പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. കാരണം അവർ വന്ന് കയറിയതേ ഉള്ളൂ. അവർക്കൊന്ന് ഇരിക്കണം, ഒന്ന് ഇരുന്ന് പശ്ചാത്തലം ഒന്ന് നോക്കണം, നമ്മൾ സേഫ് ആണോ എന്നുള്ളൊരു കാര്യം. ആ സേഫ് ആകണം. സേഫ് ആകുമെന്ന് വെച്ചാൽ നമ്മൾ സേഫ് ആണോ, നമ്മുടെ പാർട്ടി രാഷ്ട്രീയ കക്ഷി സേഫ് ആണോ എന്നല്ല, നമ്മുടെ സംസ്ഥാനം സേഫ് ആണോ, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉണ്ടോ, ആ ഫണ്ട് ഉണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്ന് നമുക്ക് സ്വരുക്കൂട്ടി എടുക്കണോ എന്നുള്ളൊരു കാര്യം. വി ഡി സതീശന്റെ പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടായിരുന്നു, സമുദ്രനിരപ്പുകളെ, സമുദ്രത്തിലുള്ള ഈ പറയുന്ന പോർട്ടുകൾ നമുക്ക് വ്യക്തമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീരാവുന്ന കടങ്ങളൊക്കെ തീരുമെന്ന് പറയുന്നു, നമുക്ക് കിട്ടാനുള്ള പൈസ അവിടുന്ന് കിട്ടുമെന്ന് പറയുന്നു. നല്ല കാര്യം. അങ്ങനെ കിട്ടുമ്പോഴത്തേക്കിന് ഇതുപോലുള്ള ആൾക്കാർക്ക് ചെറുകിട ഗവൺമെന്റിന്റെ സേവനം കിട്ടുന്ന ഒരുപാട് ചെറുകിടപ്പെട്ട ആൾക്കാരുണ്ട്. ചിലപ്പം ഈ പറയുന്ന അംഗൻവാടിക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരും മറ്റു തൊഴിലാളികളും ഒക്കെ ആയിരിക്കും ഏറ്റവും ചിലപ്പോൾ ഒരു കുടുംബം നോക്കുന്നത് തന്നെ അവരുടെ ശമ്പളം കൊണ്ടായിരിക്കും. എനിക്കറിയാൻ സാധിച്ചത് അംഗൻവാടികൾക്ക് പൈസ കിട്ടാതെ ആ അംഗൻവാടി ടീച്ചർ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തിട്ടിട്ട് പിള്ളേർക്ക് വൈകുന്നേരമുള്ള ആഹാരം കൊടുക്കുന്നു എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അവരെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. KSRTC ജീവനക്കാർ എത്ര പേര് പൈസ ഇല്ലാതെ ഓടിയിട്ടുള്ള കാലമുണ്ട്, ഗണേഷ് കുമാർ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ. അപ്പോൾ അതിനൊക്കെ ഒരു പൈസ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു തീർപ്പാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. യോഗം അടുത്ത 1 മാസത്തിനുള്ളിൽ തന്നെ അതുകൂടി തീരുമാനിച്ചു പ്രഖ്യാപിക്കും. കാരണം അതിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ലയബിലിറ്റിയും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെ പെട്ടെന്നല്ലേ, നമ്മളിപ്പോൾ ചാർജ് എടുത്താലേ നമുക്കിതൊക്കെ ചോദിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ വരാനുള്ള ചില കാലതാമസങ്ങൾ കൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ കാര്യം ഒരുപാട് തീരുമാനിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. ഇപ്പോൾ നമുക്ക് ഉള്ളത് 9,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് 12,000 രൂപ ആവും ഇപ്പോൾ. പിന്നെ അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാർ, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കുക. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോടൊരു 1000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോയില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണ് 1000 രൂപ കൂട്ടിയത്. നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം. അതാണ് സന്ദേശം. നല്ലൊരു കാര്യമാണ്. എപ്പോഴും ജനങ്ങളും പാർട്ടിക്കാരും അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയും തമ്മിൽ ഒരു ബന്ധം വേണമെങ്കിൽ, ഞങ്ങളെ മറന്നിട്ടില്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം, ഇതുപോലുള്ള സന്ദേശങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കണം. എന്നിരുന്നാൽ ഇതുപോലുള്ളൊരു സന്ദേശത്തിലും ഈ കഴിഞ്ഞ കൊടുത്തിട്ടുള്ള 3000 രൂപ പറഞ്ഞിട്ടുള്ളതിനകത്തും 1000 രൂപ അംഗനവാടിക്കാർക്ക് കൂട്ടിക്കൊടുത്ത ആ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് നിൽക്കരുത്.
ഇപ്പം കടങ്ങൾ കാണും, കാര്യങ്ങൾ കാണും. എന്നാൽ ആ കടങ്ങളും കാര്യങ്ങളും ഇല്ലാതാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വോട്ട് തന്ന് വിജയിപ്പിച്ചിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് നിങ്ങൾ കാണിച്ചു കൊടുത്ത് ഖജനാവിൽ വേണ്ട ആവശ്യത്തിൽ കൂടുതൽ പൈസ കൊണ്ടിടുക, ആക്കിയതിനു ശേഷം ബാക്കി പരിപാടികൾ നടത്തുക. അങ്ങനെ ഖജനാവിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ വിലക്കകത്തുനിന്ന് വീണ്ടും 5 രൂപ കൂട്ടുന്ന ഒരു പരിപാടി, റേഷൻ കടയിൽ അരിക്ക് 2 രൂപ കൂട്ടുന്ന ഒരു പരിപാടി തുടങ്ങിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരാതെ എങ്ങനെ ഒന്നുമില്ലാത്ത ജനങ്ങളെ ഒരിക്കലും കഷ്ടപ്പെടുത്താതെ മറ്റുള്ള ഖജനാവിലേക്ക് സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളൊരു കാര്യം. കേന്ദ്ര ഗവൺമെന്റ് ഒരു തവണ പൈസ നിരോധിച്ചല്ലോ, അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് വിവരമുള്ളവർക്കറിയാമല്ലോ. അതുപോലുള്ള ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇല്ലാത്തവന്റെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അടപടലം മൂഞ്ചിച്ച് കൊണ്ടുവന്നിട്ട് പാവപ്പെട്ടവരും അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരേ കണക്ക് കിട്ടുന്ന രീതിയിലേക്ക് സനാതനധർമ്മം ആക്കിക്കൊടുത്താൽ വളരെ ഉപകാരം. അത് വേണം. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിൻ്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2000 രൂപയും 3000 രൂപയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1000 രൂപ ആക്കിയത് അതാണ്. പക്ഷേ നമ്മളൊരു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം പിന്നീട് സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് മെച്ചപ്പെടുത്താൻ പോകുന്നതെന്നൊക്കെ അതിപ്പോൾ ഇന്നെല്ലാം കൂടി പറയണ്ടല്ലോ. ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം വരും. അതിനൊരു ടൈം ഫ്രെയിമുണ്ട്. ഈ നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതായത് ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ മന്ത്രിമാരായിക്കോട്ടെ, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ച് മറുപടി പറയാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി വേണം. വാട്ടവർ ഒരു മാങ്ങാത്തൊലി അറിയത്തില്ലെങ്കിൽ പോലും ഇപ്പം കോൺഗ്രസിന്റെ സ്പീക്കറായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആക്കുന്നതെന്ന് പറയുന്നത്, ബേസിക്കലി എനിക്ക് യാതൊരുവിധ ഒപ്പീനിയനും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്. മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും വായിക്കാൻ പോലും അറിയാത്തൊരു വ്യക്തിയാണ് ഈ വ്യക്തി. ഈ വ്യക്തിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് സ്പീക്കർ പൊസിഷനിൽ കൊണ്ടുവരുത്തി അദ്ദേഹം എങ്ങനെയാണ് ബാക്കിയുള്ളവരെ ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഭരണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ല ഭയക്കേണ്ടത്, ഭരണമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. അപ്പം അവിടെ ഇരിക്കുന്ന സ്പീക്കർ, അതായത് തലപ്പത്ത് നിയന്ത്രിക്കാനിരിക്കുന്ന ആ വ്യക്തി അത് സ്ട്രോങ് ആയിരിക്കണം. അത് സംസാരം കൈവിട്ടും വാവിട്ടും പോകുന്ന ഒരാളായിരിക്കരുത്. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും വെറും എൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമായിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് സ്ഥിരമായിട്ട് ഇവിടെ കാണേണ്ടി വരും അല്ലേ? നോക്കാം, പറ്റുമെങ്കിൽ എത്തും. നിങ്ങളോട് പറയല്ലേ പറയണ്ട ആദ്യം. ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്ത് രഹസ്യം ഉണ്ടെങ്കിലും ആദ്യം നിങ്ങളോടെ പറയുള്ളൂ. അല്ല, ഗവർണറെ കാണുന്നതിന് മുമ്പ് പറയാൻ പാടില്ല. അതിനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ടാണ്. എന്നിട്ട് ഓടി വന്ന് നിങ്ങളോടാ പറഞ്ഞത്. എന്ത് പാടുപെട്ടാ ഓടി എത്തിയത് അവിടെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുകയാണ്. ദാറ്റ്സ് ഫാർ ബെറ്റർ. ഓക്കെ, ആദ്യം പറഞ്ഞിട്ടുള്ള KSRTC ബസ്സിലെ സ്ത്രീകളുടെ ഫ്രീ യാത്ര, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ഫ്രീ ആയിട്ടൊരു യാത്ര കൊടുക്കേണ്ട യാതൊരുവിധ ആവശ്യവും സ്ത്രീകൾക്കില്ല. സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് എന്ന് അവകാശപ്പെടുന്ന പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഒരു രാജ്യത്ത് സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകിച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് സ്ത്രീകൾ പുരുഷന്മാരെക്കാട്ടിലും പിന്നോക്കമാണെന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അതിനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് യോജിക്കുന്നില്ല. ആവശ്യമുള്ള ഒരു പൈസ കൊടുത്ത് ട്രാവൽ ചെയ്യണം, ട്രാവൽ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കണം. നമ്മൾ അത്രയും വലിയ സാമ്പത്തികത്തിൽ ഉന്നതിയിലെത്തിയതിനു ശേഷം കംപ്ലീറ്റ് ഫ്രീ സർവീസ് ബസ്
തുടങ്ങി ഏതൊക്കെ സർവീസ് ഉണ്ടോ ആ സർവീസ് എല്ലാം ഫ്രീ. അല്ലാതെ ഒരു പക്ഷത്തിന് മാത്രമായിട്ട് ഫ്രീ കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. ഇനിയും ആവശ്യമുള്ളവർ കയറിപ്പോട്ടെ. ഞാനിപ്പോഴും പറയുന്ന അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് അങ്ങ് എടുത്തു പോവുക. അങ്ങനെ എടുത്തു പോകുന്ന സ്ത്രീകളായിരിക്കും ഇതിനകത്ത് മാസ്. ഉള്ള കാര്യം പറയാമല്ലോ, സത്യമായിട്ട് മാസ്. കാരണം ഇത്രയധികം കടത്തി നിൽക്കുമ്പോഴത്തേന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനം അത് വേണ്ട, കുറച്ച് പൈസ എന്ന ഗവൺമെന്റിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന പെണ്ണുങ്ങൾ എത്ര പേരുണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അറിയാം. ബാക്കി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ക്ലിയർ. ഒന്നും ഈ വാഗ്ദാനങ്ങൾ ക്യാബിനറ്റ് മീറ്റിങ്ങിനകത്തും വെറും വാഗണ്ടുള്ള പ്രസംഗത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാം ജനങ്ങൾക്ക് വ്യക്തമായിട്ട് കിട്ടുന്ന രീതിയിൽ ഉതകുന്ന രീതിയിൽ തന്നെ വരട്ടെ. അതുപോലെ തന്നെ ഒരു ഒപ്പോസിഷൻ പാർട്ടിയും അതിന് നല്ലൊരു ലീഡർ വരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആലോചിക്കുന്നു. ഈവൻ BJP സഹിതം. BJPക്ക് വ്യക്തമായിട്ട് ക്യാരക്ടറുണ്ട്, വ്യക്തമായിട്ട് ക്യാരക്ടറൈസേഷൻ ഉണ്ട്, അവർക്ക് വ്യക്തമായിട്ടൊരു ലീഡറുണ്ട്, അവർക്ക് നല്ല അടിപൊളി ഒരു IT വിങ്ങും ഉണ്ട്, നല്ല അടിപൊളി ഒരു ടീം വർക്കും ഉണ്ട്. അവരിത് സ്വരുക്കൂട്ടും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരച്ചു കയറും. 9 സ്ഥലത്താണ് അവർ 2ാം സ്ഥാനത്ത് എത്തിയത്. 3 എണ്ണം അവർക്ക് കിട്ടുകയും ചെയ്തു. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 9 ഉം 3 12 എണ്ണം ഏകദേശം അവർ കൈവെള്ളയിലാക്കി നിൽക്കുന്ന ഒരു സമയമാണ്. ഇടിച്ചു കയറും, ഇരച്ചു കയറും. ബംഗാൾ പോയ സ്ഥിതിക്ക് ഇനിയിപ്പം അടുത്ത പുള്ളിക്കാരൻ്റെ നരേന്ദ്രമോദിയുടെ ടാർഗറ്റ് കേരളം തന്നെ ആയിരിക്കും. കാരണം കേരളത്തിൽ BJP ഇല്ലാത്തതുകൊണ്ടല്ല, കേരളത്തിൽ കോൺഗ്രസ് വന്നതുകൊണ്ട് അത് ഉറപ്പായിട്ടും അവർ നോക്കും. കാരണം ഈ 3 MLA കൊണ്ടും അവർക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവലുള്ള സാധനങ്ങൾ അവരുടെ ഇറക്കും. കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് കൊണ്ടുവന്ന് സാധനങ്ങൾ ഇവിടെ ഇറക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കിന് വ്യക്തമായിട്ടുള്ളൊരു ഒപ്പോസിഷൻ പാർട്ടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ BJP മാത്രമായിട്ട് മാറും. നോക്കിക്കോ, അങ്ങനെ തന്നെ വരത്തുള്ളൂ. അല്ലാതെ യവന്മാരെ കൊണ്ട് പോലീസുകാരെ അടിക്കാനും 2 ചീത്ത വിളിക്കാനും സമരം ചെയ്യാനും മാത്രമേ പറ്റൂ. ആധികാരികമായിട്ട് പഴത്തൊലി പോലും സംസാരിക്കാൻ അറിയുന്ന ടീമുകളല്ല ഇവർ.